നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങളും 1 പ്രതിരോധ വിമാനവും തകർത്തെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്. 100-ലേറെ ഭീകരരെ വധിച്ചു. സ്ഥിരീകരണം ബംഗളൂരുവിൽ പൊതുപരിപാടിക്കിടെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണം കാണാതായ സംഭവത്തിൽ ഡോക്ടർ ഹാരിസിനെതിരായ അന്വേഷണം അവസാനിപ്പിച്ചു. നടപടി ഉണ്ടാകില്ലെന്ന് KGMCTAക്ക് ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ്. കുട്ടികൾക്ക് പരാതി നൽകാൻ സ്കൂളുകളിൽ സുരക്ഷാമിത്രം സഹായപ്പെട്ടി സ്ഥാപിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. പേര് വെച്ചോ വെക്കാതെയോ പരാതി നൽകാം. ആഴ്ചയിൽ ഒരിക്കൽ പരാതി പരിശോധിക്കും. ആലപ്പുഴ നൂറനാട് മാതാപിതാക്കളുടെ ക്രൂരമർദ്ദനത്തിനിരയായ 4-ാം ക്ലാസ്സുകാരിയെ സന്ദർശിച്ച് മന്ത്രി. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ലിസ്റ്റിൻ സ്റ്റീഫന് മറുപടിയുമായി സാന്ദ്ര തോമസ്. ലിസ്റ്റിൻ കോക്കസിന്റെ ഭാഗമെന്നും തനിക്ക് മത്സരിക്കാൻ അർഹതയുണ്ടെന്നും സാന്ദ്ര തോമസിന്റേത് ഷോ എന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ. പരസ്യ പ്രതികരണം വിലക്കി താരസംഘടന അമ്മ. വിലക്ക് ലംഘിച്ചാൽ കർശന നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് വരണാധികാരികൾ. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ വരാത്തതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. കേരള സർക്കാരാണ് കരാർ ലംഘനം നടത്തിയതെന്ന് AFAയുടെ മാർക്കറ്റിംഗ് മേധാവി. കരാർ ഒപ്പിട്ടത് സ്പോൺസറാണെന്ന് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. വാർത്തകൾ വിശദമായി നോക്കാം. ഓപ്പറേഷൻ സിന്ദൂറിൽ 6 പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ തകർത്തുവെന്ന് സ്ഥിരീകരിച്ച വ്യോമസേനാ മേധാവി എയർ മാർഷൽ AP സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തെയും AP സിംഗ് പ്രശംസിച്ചു. മെയ് 7-ന് നടന്ന ഓപ്പറേഷനിൽ തകർന്ന ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചു. ബംഗളൂരുവിലെ പരിപാടിയിലാണ് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിന്റെ വെളിപ്പെടുത്തൽ. 5 യുദ്ധവിമാനങ്ങളും എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റമുള്ള 1 വിമാനവുമാണ് തകർത്തത്. പാകിസ്ഥാന്റെ വലിയ വിമാനം വീഴ്ത്തിയത് 300 കിലോമീറ്റർ ദൂരത്തിൽ വെച്ചാണ്. ഇത്രയും ദൂരത്തിൽ വിമാനം വീഴ്ത്തുന്നതും റെക്കോർഡാണെന്ന് AP സിംഗ് പറഞ്ഞു. Mostly from I'm talking about fighter aircraft are from S-400. We have at least 5 fighters confirmed killed and 1 large aircraft which could be either an Elint aircraft or an AWNC aircraft, which was taken out at a distance of about 300 kilometers. This is the actually largest ever recorded surface to air kill that we can talk about. പെഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ വ്യോമസേനയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ ഇതാദ്യമായാണ് ഇന്ത്യൻ വ്യോമസേനാ മേധാവി വെളിപ്പെടുത്തുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തെ പ്രശംസിച്ച AP സിംഗ് പാകിസ്ഥാന്റെ ഏത് ഭീഷണിയും നേരിടാൻ ഇന്ത്യയുടെ വ്യോമ സംവിധാനം ശക്തമാണെന്ന് പറഞ്ഞു. ജമ്മു കശ്മീരിലെ പെഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ മലയാളി ഉൾപ്പെടെ 26 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിനു പിന്നാലെയാണ് മെയ് 7-ന് രാജ്യം ശക്തമായ തിരിച്ചടി നൽകിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെതിരെ പ്രതികാര നടപടി അവസാനിപ്പിക്കാൻ ഒരുങ്ങിയ ആരോഗ്യവകുപ്പ്. ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് ആരോഗ്യവകുപ്പ് ഡോക്ടർമാരുടെ സംഘടനയായ KGMCTക്ക് ഉറപ്പു നൽകി. മന്ത്രി വീണ ജോർജ് തന്നെ വന്ന് കണ്ടതായും ഇനിയൊരു ഏറ്റുമുട്ടലിന് ഇല്ലെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കലും വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം ശസ്ത്രക്രിയാ ഉപകരണത്തിന്റെ പ്രതിസന്ധിയിൽ തുടങ്ങി. വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലുമായി തുടർന്നു വന്ന ഏറ്റുമുട്ടലാണ് സർക്കാർ അവസാനിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ യൂറോളജി വിഭാഗത്തിലെ മോസിലോസ്കോപ്പ് ഉപകരണം കാണാനില്ലെന്നും പുതിയത് വാങ്ങിവെച്ചുവെന്ന ആരോപണം വരെ ഡോക്ടർ ഹാരിസിനെതിരെ ഉയർത്തിയെങ്കിലും വിജയം കണ്ടില്ല. ഇതോടെ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ടെത്തി ഡോക്ടർ ഹാരിസിനെ കണ്ടു. ഉപകരണം കാണാതായത് സംബന്ധിച്ച് DME നൽകുന്ന റിപ്പോർട്ടിൽ ഹാരിസിനെതിരെ നടപടിയുണ്ടാകില്ലെന്ന പ്രിൻസിപ്പൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ വിവാദം അവസാനിപ്പിക്കുകയാണെന്നും ഈ വിഷയം സംഘടന ഏറ്റെടുത്തതായും ഇനി പ്രതികരിക്കാനില്ലെന്നും ഡോക്ടർ ഹാരിസും വ്യക്തമാക്കി. അതിനകത്തൊന്നും എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. അത് നമ്മുടെ സംഘടന അത് ഏറ്റെടുത്തിരിക്കുകയാണ്. സംഘടന പ്രിൻസിപ്പലിനെ കണ്ടു, അത് അദ്ദേഹം വിശദീകരണം കൊടുത്തോളും. അത് നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് അവർ മോസിലോസ്കോപ്പ് ഇല്ല എന്നുള്ള സംഭവമാണ്. അവരത് ചെക്ക് ചെയ്ത് മോസിലോസ്കോപ്പ് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൽ കൂടുതൽ ഇനിയിപ്പോൾ അതിനകത്ത് എനിക്കൊന്നും പ്രതികരിക്കാനില്ല.
മോസിലോസ്കോപ്പ് കാണാനില്ലെന്ന് മന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ഇക്കാര്യത്തിൽ സർക്കാരിനെ കുറ്റം പറയാനില്ലെന്നും തന്റെ ഭാഗത്തു നിന്നും ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെന്നും ഡോക്ടർ ഹാരിസും പറഞ്ഞു. ചട്ടലംഘനമാണ് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ മീഡിയയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ചട്ടലംഘനമാണ്. മാഡവും DMEയും വന്നു കണ്ടു, അവർ വളരെ നമ്മൾ സമാധാനിപ്പിച്ചു. ഡോക്ടർമാരുടെ മനോവീര്യം കെടുത്തുന്ന നടപടിയാണ് ഇന്നലെ ഉണ്ടായതെന്നും ഇക്കാര്യത്തിൽ ഡോക്ടർ ഹാരിസുമായി ചേർന്ന മന്ത്രിയുമായി അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്നും KGMCT അറിയിച്ചു. അദ്ദേഹത്തെ വിക്ടിമൈസ് ചെയ്യാനായിട്ട് ഇനിയും നീക്കങ്ങൾ ഉണ്ടായാൽ സംഘടന ഏത് വിധേനയും അത് ചെറുക്കുമെന്നുള്ളതും ഞങ്ങൾ വളരെ അസന്ദിഗ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ KGMCTയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതിനുള്ളൊരു സമയം അറിയിക്കാമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഉപകരണം കാണാതായത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയതായും വാർത്താ സമ്മേളനത്തിനിടെ പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും വിളിച്ചത് താനാണെന്നും DMEയും വ്യക്തമാക്കി. നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ രണ്ടുപേരും വിളിച്ചു. ഞാൻ തന്നെയാണ് വിളിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡോക്ടർ ഹാരിസ് വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആലപ്പുഴയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മന്ത്രി മടങ്ങിയത്. ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ മന്ത്രി എന്തെങ്കിലും പറയാനുള്ളപ്പോൾ അറിയിക്കാമെന്നും കൂട്ടിച്ചേർത്തു. ഡോക്ടർ ഹാരിസിന് പൂർണ്ണ പിന്തുണയുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഡോക്ടറെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്താൻ സർക്കാർ ശ്രമിച്ചു. അതിന് മുഖ്യമന്ത്രി നേതൃത്വം നൽകി. ഡോക്ടർ ഹാരിസ് പറഞ്ഞത് സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രശ്നമെന്നും അദ്ദേഹം കൊച്ചിയിൽ പ്രതികരിച്ചു. കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഗുരുതരമായ തകർച്ചയിലാണ് എന്ന് ഏറ്റവും സത്യസന്ധനായ സേവന തൽപരനായ ഡോക്ടർ ഹാരിസ് ഹസൻ നടത്തിയ വെളിപ്പെടുത്തൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് പകരം ഭരണത്തിൻ്റെ ദുസ്വാധീനത്തിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും വരുതിയിൽ നിർത്താനാണ് കേരളത്തിലെ ഗവൺമെൻറ് ശ്രമിച്ചത്. മുഖ്യമന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകി. എന്നാൽ ഏത് അന്വേഷണ പ്രഹസനവും എത്ര തന്നെ നടത്തിയാലും എന്ത് മോഷണത്തിൻ്റെ ആരോപണം ഉന്നയിച്ചാലും അദ്ദേഹം നിരപരാധിയാണ്, സത്യസന്ധനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സുനിൽകുമാറിനും പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാറിനും ഫോണിലൂടെ നിർദ്ദേശം നൽകിയത് ആരോഗ്യമന്ത്രിയാണോ എന്ന് സംശയമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ കള്ളന്മാരാക്കുന്ന നിലപാടാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സൂപ്രണ്ടും പ്രിൻസിപ്പളും പത്രസമ്മേളനം നടത്തുമ്പോഴാണ് ഒരു ഉന്നതൻ്റെ ഫോൺ കോൾ. അതിപ്പോൾ ഇന്ന് ഡോക്ടർ ഇഷാനോ മറ്റോ അദ്ദേഹം പറഞ്ഞ് ഞാനാണ് വിളിച്ചത്. എനിക്ക് വന്ന് അദ്ദേഹം ആ കുറ്റം ഏറ്റെടുത്തായിരിക്കും. മന്ത്രിയുടെ ഓഫീസിലെ ഫോൺ കോളാണ് പരിശോധിക്കേണ്ടത്. മന്ത്രിയാണോ വിളിച്ചതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. എന്താ പറയേണ്ടത്, ഒരു ഡോക്ടറെ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനെ കള്ളനാക്കാൻ നോക്കുന്നത് ഡോക്ടർമാരുടെ മൊറലിനെ ബാധിക്കും. അതുകൊണ്ട് ഇതിൻ്റെ സാന്ദ്ര തോമസ് പറയുന്ന കാര്യങ്ങൾ നുണയാണെന്ന് തെളിയിക്കേണ്ടത് തന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. സ്ത്രീയാണെന്ന കാരണം കൊണ്ടാണ് പ്രതികരിക്കാത്തത്. സാന്ദ്ര മത്സരിക്കരുതെന്ന് പറയുന്നത് ബൈലോ ആണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കി. അതേസമയം താൻ പറയുന്നത് നുണയാണെന്ന് തെളിയിച്ചാൽ ഇൻഡസ്ട്രി വിടുമെന്നും മറിച്ചാണെങ്കിൽ ഇൻഡസ്ട്രി വിടാൻ ലിസ്റ്റിൻ തയ്യാറാകുമോ എന്നും സാന്ദ്ര ചോദിച്ചു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസ് മത്സരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. മത്സരിക്കരുതെന്ന് പറയുന്നത് ബൈലോയാണ്. ബൈലോ പ്രകാരം സാന്ദ്ര തോമസ് 3 സിനിമകൾ ചെയ്തിട്ടില്ല. സാന്ദ്ര തോമസ് പറയുന്ന കാര്യങ്ങൾ നുണയാണെന്ന് തെളിയിക്കേണ്ടത് തന്റെ കൂടി ഉത്തരവാദിത്വമാണെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. സ്ത്രീയാണെന്ന കാരണം കൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ കൂട്ടിച്ചേർത്തു. പറയുന്ന കാര്യങ്ങൾ നുണയാണെന്ന് തെളിയിക്കാൻ നമുക്കൊരു അവസരം വേണ്ടേ? അപ്പോൾ നമ്മളോട് പലരും ഇപ്പം പറയുമ്പോൾ നമ്മളാരും പ്രതികരിക്കാത്തത് എന്താണ്? സ്ത്രീയാണെന്നുള്ള ഒരു കാര്യം കൊണ്ടിട്ടാണ് പ്രതികരിക്കാത്തത്. അല്ലാണ്ട് ഞങ്ങൾക്കാർക്കും സംസാരിക്കാനായിട്ടുള്ള കഴിവില്ലാത്തതുകൊണ്ടിട്ടല്ല സംസാരിക്കാത്തത്. സ്ത്രീയാണ് അല്ല പറയണ്ട, എൻ്റെ വീട്ടിൽ പറയുമ്പോൾ ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, ഫ്രണ്ട്സ് പറയുന്ന ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, അയ്യോ ആ പോസ്റ്റ് ഇടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഇത് കേട്ട് മടുത്തു. സാന്ദ്ര തോമസ് ഷോ കാണിക്കുകയാണ്. ആദ്യം പർദ്ദ ധരിച്ചാണ് വന്നത്, പിന്നീട് പർദ്ദ വാങ്ങാൻ കിട്ടിയില്ലേ എന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ ചോദിച്ചു. പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി, പറഞ്ഞു മനസ്സിലായോ? ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണോ വന്നത്? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പർദ്ദ ധരിച്ചില്ലല്ലോ. പർദ്ദ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ലേ? അതേസമയം താൻ പറയുന്നത് നുണയാണെന്ന് തെളിയിച്ചാൽ ഇൻഡസ്ട്രി വിടുമെന്നും മറിച്ചാണെങ്കിൽ ഇൻഡസ്ട്രി വിടാൻ ലിസ്റ്റിൻ തയ്യാറാകുമോ എന്നും സാന്ദ്ര തോമസ് ചോദിച്ചു. ലിസ്റ്റിനോട് വ്യക്തിവൈരാഗ്യമില്ല,
എന്നാൽ ലിസ്റ്റിന് ഒന്നിനെക്കുറിച്ചും ധാരണയില്ലെന്നും തലപ്പത്ത് വരുന്നവരിൽ പലർക്കും ബൈലോവിനെ കുറിച്ച് കൃത്യമായി ധാരണയില്ലെന്നും സാന്ദ്ര തോമസ് ആരോപിച്ചു. ലിസ്റ്റിന് ഈ ബൈലോയെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തതുകൊണ്ടാണ് ലിസ്റ്റിന് അങ്ങനെ പറയുന്നത്. ഇതാണ് ബൈലോ. ഈ ബൈലോയിലെ 23-ാമത്തെ പോയിന്റ് ഇങ്ങനെ പറയുന്നത്, എനി റെഗുലർ മെമ്പർ ഹു ഹാസ് ഗോട്ട് 3 or more number of pictures censored to his credit. ടു ഹിസ് ക്രെഡിറ്റ് എന്നാണ്, അല്ലാതെ ഫേമിൻ്റെ ക്രെഡിറ്റിൽ നല്ല പറഞ്ഞേക്കുന്നത്. ടു ഹിസ് ക്രെഡിറ്റ് വിൽ ബി എലിജിബിൾ ഫോർ ഒക്യുപ്പൈങ് എനി പോസ്റ്റ് ആസ് ആൻ ഓഫീസ് ബെയറർ എന്നാണ് പറയുന്നത്. ഈ ബൈലോ പ്രകാരം ഞാൻ എലിജിബിൾ ആണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു സാങ്കേതിക കാരണം ചുമ്മാ പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ നോമിനേഷൻ തള്ളുകയാണ് ഉണ്ടായത്. നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലേക്ക് സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രിക തള്ളിയതിനെ തുടർന്നാണ് ഇരുവരും തമ്മിലുള്ള വാക്കേറ്റം. അമൃത ന്യൂസ്, കൊച്ചി. പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി താരസംഘടനയായ അമ്മ. സംഘടനയിലെ ആഭ്യന്തര വിഷയങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ അഭിപ്രായ പ്രകടനം നടത്തരുതെന്നാണ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച ശേഷിക്കെയാണ് വരണാധികാരിയുടെ നിർദ്ദേശം. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് അംഗങ്ങൾക്ക് പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആഭ്യന്തര വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുതെന്നാണ് തെരഞ്ഞെടുപ്പ് വരണാധികാരി അഡ്വക്കേറ്റ് കെ മനോജ് ചന്ദ്രന്റെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓഗസ്റ്റ് 15 വരെയാണ് വിലക്ക്. നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വിവിധ വിഷയങ്ങളിൽ ചേരിതിരിഞ്ഞ് താരങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പലരും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കുക്കു പരമേശ്വരനെതിരെ പൊന്നമ്മ ബാബുവും ഉഷ ഹസീനയും രംഗത്തെത്തി. ഇതിന് മറുപടിയെന്നോണം മാല പാർവതി അടക്കമുള്ള നടിമാർ പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്തു. ഇത്തരത്തിൽ താരങ്ങൾ പരസ്യമായ ആരോപണങ്ങളിലേക്ക് കടന്നതോടുകൂടിയാണ് വരണാധികാരിയുടെ ഇടപെടൽ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതും വാർത്തയായി. കേസിന് പിന്നിൽ നടൻ ബാബുരാജ് ആണെന്ന് ആരോപിച്ച മാല പാർവതി രംഗത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 15 രാവിലെ 11 മണി മുതലാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. വൈകിട്ടോടുകൂടി ഫലവും പ്രഖ്യാപിക്കും. അമൃത ന്യൂസ്, കൊച്ചി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറഞ്ഞില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അധികാരത്തിലെത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അർദ്ധസൈന്യമായി ഉപയോഗിക്കുന്ന രീതിയാണിപ്പോൾ നടക്കുന്നതെന്നും MV ഗോവിന്ദൻ കോഴിക്കോട് പറഞ്ഞു. ആ തരത്തിൽ 25 സീറ്റെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് കൃത്യമാക്കിയിട്ടാണ് എന്ന് ഇപ്പോഴും ബാംഗ്ലൂരിലെ കൃത്യമായ തെളിവ് വെച്ചുകൊണ്ട് കൃത്യമായ നിലയിൽ ഇപ്പോഴേ രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് മറുപടി ഒന്നും ഇപ്പോഴും പറഞ്ഞില്ല. പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അധികാരം ഉപയോഗിച്ച് എങ്ങനെ മെല്ലെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് കുതിരിച്ചാടി പുതിയ ഫാസിസത്തിന്റെ തലത്തിലേക്ക് നീങ്ങാം എന്നതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണം പറയാൻ പോകുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ വെച്ചാണ്. ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല, CBI ഉണ്ട്, ED ഉണ്ട്, CAG ഉണ്ട്. ഒരുപാട് സ്വതന്ത്രമായി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാമിത്രം പദ്ധതിക്ക് തുടക്കം കുറിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ കുട്ടികളുടെ പരാതി രേഖപ്പെടുത്താൻ ഹെൽപ്പ് ബോക്സ് സംവിധാനവും ഒരുക്കും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് പരാതികളും ദുരനുഭവങ്ങളും രഹസ്യമായി രേഖപ്പെടുത്താൻ ഒരു ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കുമെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത. ഇത് ഹെഡ് മാസ്റ്ററുടെയോ ഹെഡ് മിസ്ട്രസിൻ്റെയോ ചുമതലയിലായിരിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ബോക്സ് തുറന്നു ലഭിക്കുന്ന വിവരങ്ങൾ വിലയിരുത്തി തുടർ നടപടികൾക്കായി വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കണം. കുട്ടികളുടെ പെരുമാറ്റത്തിലോ പഠനത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ അധ്യാപകർക്ക് ഇതിനായി പ്രത്യേക പരിശീലനം നൽകും. പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാനും സാധിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാനും സാധിക്കും. പല സ്കൂളുകളിലും കുട്ടികൾക്ക് അധ്യാപകരോട് പരാതിപ്പെടാനും വീട്ടുകാർക്ക് പരാതിപ്പെടാനും ഭയമാണ്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഹെൽപ്പ് ബോക്സ് ഹെഡ് മാസ്റ്റർമാരോ പ്രിൻസിപ്പാളന്മാരോ അവരുടെ മുറിയിൽ താക്കോൽ അവരുടെ കസ്റ്റഡിയിൽ വെച്ച് അവർ വയ്ക്കണം.
ഏത് കുട്ടിക്കും അവൻ്റെ ഒരു പരാതി പേര് വച്ചോ പേര് വയ്ക്കാതെയോ അതിൽ ഇടുന്നതിന് വേണ്ടിയുള്ള അവകാശം ഉണ്ടായിരിക്കും. ആലപ്പുഴയിൽ രക്ഷിതാക്കളുടെ ക്രൂരമർദ്ദനത്തിനിരയായ 4ാം ക്ലാസ്സുകാരിയുടെ വീട് സന്ദർശിച്ച മന്ത്രി കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഒരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കില്ലെന്നും ഈ വിഷയത്തിൽ സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് ഇടപെടുന്നതെന്നും തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. വനിതാ ശിശുവികസനം, സാമൂഹ്യനീതി, തദ്ദേശ സ്വയംഭരണം, ആരോഗ്യം, പോലീസ് തുടങ്ങിയ വകുപ്പുകളുമായി ചേർന്നാകും സുരക്ഷാമിത്രം പദ്ധതി നടപ്പാക്കുക. പ്രശ്നങ്ങളുള്ള രക്ഷിതാക്കൾക്ക് കൗൺസിലിംഗ് നൽകാനായി നിലവിലുള്ള പാരന്റിംഗ് ക്ലിനിക്കുകൾ കൂടുതൽ സജീവമാക്കുകയും സംരക്ഷണം ആവശ്യമുള്ള കുട്ടികൾക്കായി സർക്കാർ ഹോമുകളുടെ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. ഇതിനായുള്ള പരിശീലനം സ്കൂൾ, ജില്ലാ, സംസ്ഥാന തലങ്ങളിലായി 3 ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കുക. പദ്ധതി നടത്തിപ്പിനും പരിശീലനത്തിനുമായി ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സെന്റർ ഫോർ ചൈൽഡ് ഡെവലപ്മെന്റിനാണ് ചുമതല. അമൃത ന്യൂസ്, ആലപ്പുഴ. ഗൾഫ് വാർത്തകൾ നോക്കാം. UAE-യിൽ നിന്നും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കെന്ന പേരിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കളിൽ നിന്നും പണം തട്ടിയെടുക്കുന്നവരെ കരുതിയിരിക്കണമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ മുന്നറിയിപ്പ്. കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിലാണ് പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഈ അറിയിപ്പ് പ്രസിദ്ധീകരിച്ചത്. സാമൂഹിക പ്രവർത്തകർ എന്ന വ്യാജേന ചിലർ മരണപ്പെട്ടവരുടെ ബന്ധുക്കളിൽ നിന്നും കൂടുതൽ തുക വാങ്ങിയെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം നൽകിയത്. മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ആവശ്യമായ സഹായങ്ങൾ ഏത് സമയവും ലഭ്യമാക്കാൻ കോൺസുലേറ്റ് സജ്ജമാണെന്നും അറിയിപ്പിൽ പറയുന്നു. ഇത്തരം സഹായങ്ങൾ സൗജന്യമായി നൽകുന്ന കോൺസുലേറ്റ് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ പ്രവാസി സംഘടനകളെ സമീപിക്കാവുന്നതാണെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. 800-46-342 അല്ലെങ്കിൽ 050-73-476-76 എന്ന നമ്പറിലോ ബന്ധപ്പെട്ടാൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. UAE-യിൽ സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങൾ കർശനമായി പരിശോധിക്കുമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകൾ, വീഡിയോകൾ, പോസ്റ്റുകൾ, ലൈവ് സ്ട്രീമിംഗ് എന്നിവ നിരന്തരം പരിശോധിക്കപ്പെടുന്നുണ്ടെന്നും വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ അപമാനിക്കുന്നതോ മോശമായി ചിത്രീകരിക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ പിടിക്കപ്പെടുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. 1 വർഷം മുതൽ 2 വർഷം വരെ തടവും 20,000 ദിർഹം മുതൽ 50,000 ദിർഹം വരെ പിഴയും ലഭിക്കാവുന്നതാണ് ഈ കുറ്റകൃത്യങ്ങൾ. കുവൈറ്റിൽ സ്വകാര്യ മോഡൽ ഇൻവെസ്റ്റ്മെന്റ് റെസിഡൻഷ്യൽ ഏരിയയിലെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് കുവൈറ്റ് മുനിസിപ്പാലിറ്റിയുടെ വ്യാപക പരിശോധന. എഞ്ചിനീയറിംഗ് ഓഫീസുകളും കരാറുകാരും നിർമ്മാണ നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഈ പരിശോധനയുടെ ലക്ഷ്യം. മുനിസിപ്പൽ നിയമങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്താനും ഈ പരിശോധന ലക്ഷ്യമിടുന്നതായി ഹവല്ലി മുനിസിപ്പാലിറ്റി ടീം മേധാവി മിഷാരി അൽ തുർക്കായിത്ത് പറഞ്ഞു. നിയമലംഘനങ്ങളിൽ യാതൊരു ദയവുമില്ലെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നതായി കണക്കുകൾ. സൈബർ തട്ടിപ്പുകൾക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നിരന്തരം മുന്നറിയിപ്പുകൾ നൽകുകയും സംഘടിത തട്ടിപ്പ് സംഘങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും വ്യാജ ലിങ്കുകളുടെയും സംശയാസ്പദമായ സന്ദേശങ്ങളുടെയും അപകടങ്ങളെക്കുറിച്ച് ആളുകൾക്ക് വേണ്ടത്ര അവബോധമില്ലാത്തതിനാൽ നിരവധി പേർ ഇപ്പോഴും തട്ടിപ്പുകാരുടെ വലയിൽ വീഴുകയാണ്. 2025 16 വൻകിട സൈബർ തട്ടിപ്പ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നാട്ടിൽ ശത്രു, സൗദിയിൽ ഭായി തിന്മയിൽ ഒരുമിച്ച് രാജ്യത്ത് 2 ഇന്ത്യൻ യുവാക്കളും 2 പാകിസ്ഥാനികളും 1 ബംഗ്ലാദേശുകാരനും അടങ്ങിയ മയക്കുമരുന്ന് വിതരണ സംഘത്തെ സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിൽ നിന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക്സ് കൺട്രോൾ അറസ്റ്റ് ചെയ്തു. ഇവരുടെ പക്കൽ നിന്നും 32 കിലോ അതിമാരക രാസൽ ലഹരി പിടിച്ചെടുത്തു. ഇന്ത്യക്കാർ അടക്കമുള്ള 5 അംഗ മയക്കുമരുന്ന് സംഘത്തെയാണ് പിടികൂടിയത്. റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക്സ് കൺട്രോൾ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടു. പലസ്തീനിലെ ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ പുതിയ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാസയുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ വികാസങ്ങൾ വിശകലനം ചെയ്യാൻ നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാക്കി സൗദി വിദേശമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ. വിവിധ രാജ്യങ്ങളിലെ വിദേശമന്ത്രിമാരുമായും അന്താരാഷ്ട്ര ഉദ്യോഗസ്ഥരുമായി ഫോണിൽ ബന്ധപ്പെട്ട സൗദി വിദേശമന്ത്രി ഗാസ മുനമ്പിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചും യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തൽ കൈവരിക്കാനുമുള്ള വഴികളെക്കുറിച്ചും ചർച്ച ചെയ്തു. സൗദിയുടെ തലസ്ഥാനമായ നഗരിയായ റിയാദിൽ വിചിത്രമായ കാർ മോഷണവും കുറ്റവാളികൾ പിടിയിലായതും സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായി. റിയാദിൽ വീടിന് മുൻപിൽ എഞ്ചിൻ ഓഫ് ചെയ്യാതെ നിർത്തിയിട്ട കാർ ഉടമ വീടിനകത്തേക്ക് കയറിയ സമയത്ത് സമീപത്തുണ്ടായിരുന്ന മോഷണ സംഘം കാർ മോഷ്ടിച്ച് രക്ഷപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഈ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. മോഷ്ടിച്ച കാറിൽ സഞ്ചരിച്ച മോഷണ സംഘം വീണ്ടും വാഹനം കവർച്ച ചെയ്യുകയും
ചെയ്ത 2 അംഗ സംഘത്തെ റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തു. 2 കാറുകളും പോലീസ് വീണ്ടെടുത്തു. പ്രതികളായ 2 സൗദി പൗരന്മാരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. പ്രമുഖ കുവൈറ്റി സിനിമാ നാടക നടനും കുവൈറ്റിലെ ആധുനിക നാടക പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളുമായ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അൽ മുനൈ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. കുവൈറ്റിലെ ആധുനിക നാടക പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളായി അറിയപ്പെടുന്ന മുഹമ്മദ് അൽ മുനൈ 1964 കുവൈറ്റ് തിയേറ്റർ ട്രൂപ്പ് സ്ഥാപിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു. അരനൂറ്റാണ്ടിലേറെയായി അനശ്വരമായ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ഗൾഫ് അറബ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി. ഏകദേശം 60 TV പരമ്പരകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത അദ്ദേഹം 2018 പുറത്തിറങ്ങിയ അബ്രദ് ഷെറയിലാണ് അവസാനമായി അഭിനയിച്ചത്. 1963 2015 ഇടയിൽ പുറത്തിറങ്ങിയ നിരവധി അപൂർവ കുവൈറ്റി സിനിമകൾക്ക് പുറമെ സിറ്റി ഓഫ് ദ സേഫ്റ്റി പാത്സ് ഓഫ് മാൻഹുഡ്, ടാഷ് ആൻഡ് റാഷ്, ഹാൽമനായർ, ദി മിഡ് വൈഫ്, ഹൗസ് ഓഫ് ഇല്യൂഷൻസ്, ലിറ്റിൽ ഡ്രീംസ് എന്നീ പരമ്പരകളിൽ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇനി മറ്റു വാർത്തകൾ നോക്കാം. ലയണൽ മെസ്സിയെയും സംഘത്തെയും കേരളത്തിൽ കളിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണെന്ന ആരോപണവുമായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധി രംഗത്ത്. കേരള സർക്കാരാണ് കരാർ ലംഘനം നടത്തിയതെന്ന് AFAയുടെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സൺ വ്യക്തമാക്കി. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ പീറ്റേഴ്സൺ വിസമ്മതിച്ചു. 13 ലക്ഷം ചിലവായത് സ്പെയിനിൽ പോകാൻ മാത്രമല്ലെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. ഓസ്ട്രേലിയ, ക്യൂബ രാജ്യങ്ങളുമായി കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. കായിക വികസനത്തിനായി വിദേശ രാജ്യങ്ങളുമായി കരാർ ഉണ്ടാക്കുകയാണ്. അർജന്റീന ടീമുമായി കരാർ ഒപ്പിട്ടത് സ്പോൺസർമാരാണെന്നും ചില മാധ്യമങ്ങൾ പലതും പ്രചരിപ്പിക്കുകയാണെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. ഇന്നലെ 13 ലക്ഷം ദൂർത്തടിച്ചു. ഈ സ്പെയിനിൽ മാത്രമല്ല പോയത്, നമ്മൾ വിവിധ രാജ്യങ്ങളുമായി കായിക കരാറുകൾ ഒപ്പുവെക്കുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയുമായി വെച്ചിട്ടുണ്ട്, ക്യൂബയുമായി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ രാജ്യങ്ങളുമായി നമ്മൾ നിരവധി കരാറുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സ്പോർട്സ് പോളിസി നമ്മൾ കൊണ്ടുവന്നത്. ഈ മെസ്സി വിവാദത്തിൽ കായിക മന്ത്രിയെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മെസ്സിക്ക് പകരം റഹ്മാൻ കളിക്കുന്നതാണ് നല്ലതെന്നും പഴയ സുഹൃത്തായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല എന്നും ചെന്നിത്തല പ്രതികരിച്ചു. മെസ്സിക്ക് പകരം റഹ്മാൻ കളിക്കുന്നതാണ് നല്ലത്, വേറെ ആരും കളിച്ചിട്ടില്ല. റഹ്മാൻ ഓരോ ദിവസവും ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു പഴയ സുഹൃത്തായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വാർത്തകൾ തുടരുന്നു. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടികൾ ബിഷപ്പ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും മാതാമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ഗുരുവന്ദനം, പ്രതിഭകളെ ആദരിക്കൽ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയും ആഘോഷങ്ങൾക്ക് മിഴിവേകി. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിനെ ഉത്സവ നിറവിൽ എത്തിക്കുന്നതായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്ന ആഗോള സംഗമം. കോളേജിന്റെ വജ്രജൂബിലിയുടെ തലയെടുപ്പിൽ റിഗമ്മ 25 എന്ന പേരിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയിൽ ആത്മീയ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ അണിനിരന്നു. അവരൊക്കെയും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നതായിരുന്നു ഈ കൂട്ടായ്മയുടെ മറ്റൊരു പ്രത്യേകത. 60 വർഷം പിന്നിട്ട കോളേജിൽ അവർ വീണ്ടും എത്തിയപ്പോൾ ചങ്ങാതിച്ചോല എന്ന ഹൃദ്യമായ പേരിൽ കലാലയ ജീവിതത്തിൻ്റെ ഓർമ്മകൾ വേദിയിലും സദസ്സിലും അരുവി പോലെ ഊഷ്മളമായി. വീട്ടിൽ നിന്നും കോളേജിലേക്കെത്തുമ്പോൾ അത് ഒരു തറവാടായി കരുതിയ കാലഘട്ടത്തെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി ഓർത്തെടുത്തു. അധ്യാപകർ, സുഹൃത്തുക്കൾ ഒക്കെ ചേർന്ന് ബന്ധങ്ങൾ നെയ്തെടുത്ത ഒരു കാലഘട്ടത്തെ സ്വാമിജി മനോഹരമായ വാക്കുകളിലൂടെ പറഞ്ഞപ്പോൾ അത് ഒരു കവിത പോലെ വേദിയും സദസ്സും കേട്ടിരുന്നു. 1976 മുതൽ 79 വരെ ഈ കലാലയം എൻ്റെയും സഹപാഠികളുടെയും ഞങ്ങളുടെ കാലഘട്ടത്തിൽ പഠിച്ച മറ്റ് വിദ്യാർത്ഥികളുടെയും സ്വർഗമായിരുന്നു. 45 വർഷങ്ങൾ കഴിയുന്നു ഈ കലാലയത്തിനോട് യാത്ര പറഞ്ഞിട്ട്. എന്നാൽ ഇന്നും ബിഷപ്പ് മൂർ കോളേജും ഞങ്ങൾ പഠിച്ച കാലഘട്ടവും അതിൻ്റെ ഓർമ്മകൾ ഒരു ദിവസം, ഒരു നേരമെങ്കിലും ഹൃദയപൂർവ്വം സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ഈ മണ്ണും ഈ അന്തരീക്ഷവും
ഇവിടുത്തെ കാറ്റിൻ്റെ ഗന്ധവും ഒക്കെ എൻ്റെ മനസ്സിൽ ആഴ്ന്ന് പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. തുടർന്ന് കോളേജിന്റെ മാനേജറും CSI മധ്യ കേരള മഹാ ഇടവക ബിഷപ്പുമായ റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപറ്റം ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ രംഗത്താകാം, മന്ത്രി തുടങ്ങി MLA മാർ വരെ. ആധ്യാത്മിക മേഖലയിൽ തുടങ്ങിയാൽ സ്വാമിജി ഉൾപ്പെടെയുള്ളവർ, അക്കാഡമിക് മേഖലകളിൽ, അങ്ങനെ വിവിധമായ മേഖലകളിൽ നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉന്നത ശ്രേണിയിൽ നിലനിൽക്കുന്നു എന്നത് ഈ കോളേജിനെ വിലയിരുത്തുന്ന രണ്ടാമത്തെ ഘടകമാണ്. പൂർവ്വ വിദ്യാർത്ഥിയും സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായ സജി ചെറിയാനായിരുന്നു ഗുരുവന്ദനത്തിന്റെയും പ്രതിഭകളെ ആദരിക്കലിന്റെയും ചുമതല. സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഒപ്പം പങ്കെടുക്കാൻ കഴിയുന്നത് തന്നെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹ സാഫല്യമായി പറഞ്ഞ മന്ത്രി കലാലയത്തിലെ രാഷ്ട്രീയ ജീവിതവും ഓർത്തെടുത്തു. എനിക്ക് ഈ കോളേജിനെ പറ്റി ഏറ്റവും അഭിമാനമുള്ളതും CSI സഭയെപ്പറ്റി ഞാൻ അഭിമാനിക്കുന്ന ഒറ്റ കാര്യമാണ്. ആ കാര്യം മതനിരപേക്ഷതയുടെ മകുട ഉദാഹരണമായിരുന്നു ബിഷപ്പ് മൂർ കോളേജ് എന്നതാണ്. ഈ പരിപാടി പങ്കെടുക്കാൻ കഴിയുന്നൊരു ദിവസമേ അല്ലായിരുന്നു. പക്ഷേ സ്വാമിജി ഇവിടെ വരുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം തോന്നി. കാരണം മാതാ അമൃതാനന്ദമയി മഠവുമായിട്ട് നല്ല വ്യക്തിബന്ധമുള്ള ഒരാളാണ്. അമ്മയുടെ കഴിഞ്ഞ വാർഷികത്തിന് ഞാൻ പോയിരുന്നു, ബർത്ത്ഡേക്ക് ഞാൻ പോയിരുന്നു. ഈ ബിഷപ്പ് മൂർ കോളേജിൽ നമ്മൾ സംഭാവന ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ടെങ്കിലും ആത്മീയ ചൈതന്യമുള്ള ഒരു മഹാവ്യക്തിത്വത്തെ, ലോകപ്രസിദ്ധനായ ഒരു വ്യക്തിത്വത്തെ സംഭാവന ചെയ്ത് സ്വാമിജിയിലൂടാണ് എന്നതുകൊണ്ട് ആ സാന്നിധ്യത്തിൽ ഇവിടെ എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. തുടർന്ന് കമലദളം എന്ന് പേരിട്ട കലാപരിപാടി പ്രശസ്ത സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. റാന്നി MLA പ്രമോദ് നാരായണൻ സ്വാമിജിക്ക് കോളേജിന്റെ സ്നേഹോപഹാരം സമ്മാനിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിത്ത് മാത്യു എബ്രഹാം, മാവേലിക്കര മുനിസിപ്പൽ ചെയർമാൻ നൈനാൻ C കുറ്റിശ്ശേരിൽ, ആഘോഷ പരിപാടികളുടെ ഭാരവാഹികളും പൂർവ്വ വിദ്യാർത്ഥികളുമായ KG മുകുന്ദൻ, S ജോസഫ്, നബീർ അബ്ദുൾ കരീം തുടങ്ങിയവരും പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച രാഗതാളമേളവും കഥകളിയും ഏകാംഗ നാടകവും ഗാനമേളയും ആഘോഷ പരിപാടികൾക്ക് ദൃശ്യശ്രവ്യ ചാരുത പകർന്നു. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. ഭാവിയിൽ എല്ലാ സാങ്കേതിക വിദ്യയിലും പ്രാവീണ്യം നേടുന്നവരായി നമ്മൾ മാറണമെന്നും ആഴത്തിലുള്ള നിരീക്ഷണ പാഠവം നമുക്കുണ്ടാകുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നൽകുമെന്നും സാഹോ കോർപ്പറേഷൻ സ്ഥാപകനായ ഡോക്ടർ ശ്രീധർ വേമ്പു പറഞ്ഞു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന 28ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമൃത വിശ്വവിദ്യാപീഠം ചാൻസലർ കൂടിയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശത്തോടെയാണ് ബിരുദദാന ചടങ്ങുകൾ ആരംഭിച്ചത്. ജീവിതത്തിലെ 20 വർഷത്തിലധികം കാലം വിജ്ഞാനത്തിനായി ചിലവഴിച്ചവരാണ് നിങ്ങളെന്നും പഠിച്ച കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനുള്ള അമൂല്യമായ അവസരങ്ങൾ മക്കൾ കാണാതെ പോകരുതെന്നും ചടങ്ങിൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ അമ്മ പറഞ്ഞു. വിദ്യാർത്ഥികളായ നിങ്ങളുടെ സ്നേഹം, കാരുണ്യം, സാമൂഹിക പ്രതിബദ്ധത എന്നിവയുടെ സംഗമമാണ് ഈ ലോകത്തെ ശാന്തിയിലേക്ക് നയിക്കുന്നതെന്നും അമ്മ കൂട്ടിച്ചേർത്തു. സോഹോ കോർപ്പറേഷൻ സ്ഥാപകനായ ഡോക്ടർ ശ്രീധർ വേമ്പു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. അമൃത സ്കൂൾ ഫോർ ലൈഫ് സയൻസസ് ഡീൻ ഡോക്ടർ ബിപിൻ നായർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രഥമ ശിഷ്യന്മാരിലൊരാളും മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറിയുമായ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ചന്ദ്രഭാസ് നാരായണ ചടങ്ങിൽ അതിഥിയായി. അമൃത വിശ്വവിദ്യാപീഠം വൈസ് ചാൻസലർ ഡോക്ടർ വെങ്കട്ട് രംഗൻ, രജിസ്ട്രാർ ഡോക്ടർ P അജിത് കുമാർ, പ്രോവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ്, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ, PG പ്രോഗ്രാംസ് ഡീൻ ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് വിശിഷ്ടാതിഥികൾ ചേർന്ന് ബിരുദങ്ങൾ സമ്മാനിച്ചു. എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, ആർട്സ് ആൻഡ് കൊമേഴ്സ്, ഫിസിക്കൽ സയൻസ്, ബിസിനസ്, ആയുർവേദ വിഭാഗങ്ങളിൽ നിന്നായി ആകെ 2452 വിദ്യാർത്ഥികളാണ് ബിരുദം ഏറ്റുവാങ്ങിയത്. എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് PhD സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ ഗവേഷണം പൂർത്തിയാക്കിയ 23 പേരുൾപ്പെടെ 60 പേർക്ക് ചടങ്ങിൽ വെച്ച് ഡോക്ടറൽ ബിരുദവും സമ്മാനിച്ചു. അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ വിവിധ ക്യാമ്പസുകളിലായി 10,000-ലധികം പേരാണ് ഇത്തവണ ബിരുദം സ്വീകരിക്കുന്നത്.
പ്രഗത്ഭരായ പൂർവ്വ വിദ്യാർത്ഥികൾക്കായി അമൃത വിശ്വവിദ്യാപീഠം ഏർപ്പെടുത്തിയ ആദരം ചാന്ദ്രയാൻ 3 മിഷന്റെ ഓപ്പറേഷൻ ഡയറക്ടറും ISROയിൽ ശാസ്ത്രജ്ഞനുമായ ശബരി ശ്രീകുമാർ, ആഗോളതലത്തിൽ പ്രശസ്തി നേടിയ റെവിൻ കൃഷി ആപ്പിന്റെ സ്ഥാപകനായ V ശ്രീഹരി എന്നിവർ ചടങ്ങിൽ വെച്ച് സ്വീകരിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.